ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. നേരെ ചായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സ്റ്റൗവൊക്കെ കത്തിച്ച് കട്ടൻ വെക്കാമെന്ന് വിചാരിച്ചു. പാൽ ചായ പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കട്ടൻ കുടിക്കൽ ഇവിടെ എല്ലാവർക്കും പതിവാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ ഒന്ന് തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുമ്പോഴേക്കും ചൂടാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തു ചായ തിളപ്പിച്ച് മാറ്റി കേട്ടോ. അതിനുശേഷം പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം ഇനി പൊളിച്ചിട്ട് വേണം. അപ്പോൾ നാളികേരം പൊളിച്ചുകൊണ്ട് വരണം ഇനി. എന്നിട്ട് വേണം നാളികേരം ഒന്ന് ചിരി പുട്ടിന് കുറച്ച് വെള്ളം വെക്കണം. ചായ മാറ്റിയിട്ട് വേണം നമുക്കതിൽ പുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം വയ്ക്കാനായിട്ട്. അങ്ങനെ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നാളികേരം കൂടെ ഒന്ന് ചിരുകി എടുത്ത് കഴിഞ്ഞാൽ പുട്ടിന് വേണ്ടിയിട്ടുള്ള പണികൾ നോക്കാം. അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് ചേരുന്ന ചിരവയാണ് കേട്ടോ ഉള്ളത്. നിന്ന് ചേരുന്ന ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അടുക്കളയിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ചേരുന്നതിലാണ് നമ്മൾ ചിരലെപ്പോഴും. പുട്ടുണ്ടാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ചിരകി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിയും നമ്മുടെ പുട്ടിൻ്റെ. അപ്പോൾ ഇന്ന് കറിക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ. കടലിടണമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ ചെറിയ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഈ ബാക്കിയുള്ള പണികളും കൂടെ ഒന്ന് നോക്കണം. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് കൊടുക്കുക ഒന്ന് കഴുകി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മുടെ പുട്ടും കുറ്റിയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇതും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടി എപ്പോഴേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പുട്ടിന് വേണ്ടിയിട്ടുള്ളത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിയിട്ട് വേണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നാളികേരമൊക്കെ ചേർത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ പുട്ട് അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നാളികേരം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പുട്ടിൽ ഇതുപോലെ നാളികേരം മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്ക് ആവശ്യത്തിന് നാളികേരം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും പപ്പടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പുട്ട് അതുപോലെ നിറച്ചൊന്ന് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അപ്പുറത്തെ സ്റ്റൗമ്മേക്ക് വേഗം പപ്പടം വറുക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാവും കേട്ടോ. അങ്ങനെ ഒരു കുറ്റി കുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കാം. അപ്പോഴേക്കും പപ്പടം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വേഗം ചായ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് നിന്ന് ഇപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗമ്മേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചോറൊന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ഒരു കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ ചോറൊന്ന് ഊറ്റി മാറ്റി കഴിഞ്ഞാൽ രാവിലത്തെ ഏകദേശം ഒരു പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി കറിയുടെ പരിപാടികൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ചോറ് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റി കഴിഞ്ഞു. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നോക്കുന്നേ ഉള്ളൂ. രാവിലെ തന്നെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.